അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്നും 3.5 കിലോമീറ്റർ മാത്രം മാറി കാവിൻപുറം എന്ന് പറയുന്ന ഒരു മനോഹരമായ ലൊക്കേഷനിലാണ്. അവിടെ പുതുതായിട്ട് പണികഴിപ്പിച്ചിട്ടുള്ള ഒരു 3 ബെഡ്റൂം ഒറ്റ നില വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. 4.5 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച് ബാത്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. വളരെ എലിഗൻ്റായ ഒരു ട്രഡീഷണൽ കം ബോക്സ് ടൈപ്പായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു എലിവേഷൻ തന്നെയാണ് ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. കൂടാതെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ 12-13 വില്ലകൾ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഈ വീടും സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. മനോഹരമായ ഈ വീടിൻ്റെ മുറ്റം മുഴുവനായിട്ടും വീട്ടിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ രീതിയിൽ 5 മീറ്റർ ഫ്രണ്ടേജ് നൽകി ടാർ ചെയ്ത ഒരു റോഡാണ് നമുക്ക് മെയിൻ റോഡിൽ നിന്നും 250 മീറ്റർ സഞ്ചരിച്ച് ഈ വീട് വരെയും നമുക്ക് നൽകിയിട്ടുള്ളത്. വളരെ മനോഹരമായ ഈ വീടിൻ്റെ എൻട്രൻസിനായിട്ട് നൽകിയിരിക്കുന്നത് ഒരു 15 അടിയുടെ സ്ലൈഡിങ് ഗേറ്റാണ്. എത്ര വലിയ വണ്ടിയും നമുക്ക് ഒരു തടസ്സവും കൂടാതെ ഈ ഗേറ്റ് വഴി അകത്തേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് സാധിക്കും. കൂടാതെ വളരെ മനോഹരമായ രീതിയിൽ ഇൻ്റർലോക്ക് ഇട്ടാണ് വീടിൻ്റെ മുറ്റം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 2 വണ്ടി നമുക്ക് ഒരു തടസ്സവും കൂടാതെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന വിധത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വീടിന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയാണ് കളർ കോംബോ ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു എലിവേഷൻ തന്നെയാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. വളരെ വലിപ്പം ഉള്ള രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. വാസ്തുപ്രകാരം പടിഞ്ഞാറ് ദർശനത്തിലാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത്. സിറ്റ് ഔട്ടിലും വളരെ മനോഹരമായ രീതിയിൽ സീലിംഗ് വർക്കെല്ലാം നൽകി തന്നെയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. വീടിൻ്റെ തടികളെല്ലാം തന്നെ പ്ലാവ്, ആഞ്ഞിലി, അൽക്കേഷ്യ തുടങ്ങിയവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ടർ കണക്ഷനും കിണറും അവൈലബിളാണ്. നമുക്ക് വീടിൻ്റെ എൻട്രൻസിലേക്ക് നോക്കാം. വീടിൻ്റെ അകത്തേക്ക് കയറുന്നതിന് നൽകിയിരിക്കുന്ന മനോഹരമായ 2 ഡോറിൻ്റെ ഒരു പ്ലാവിൻ്റെ ഡോറാണ് നൽകിയിരിക്കുന്നത്. 1.10 ഡോറിൻ്റെ വലിപ്പം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഫർണിച്ചറുകളും നമുക്ക് യാതൊരു തടസ്സവും കൂടാതെ വീടിനകത്ത് കൊണ്ടു കയറാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് വീടിൻ്റെ സ്പേഷ്യസ് ആയിട്ട് ക്രമീകരിച്ചിട്ടുള്ള ലിവിങ് ഏരിയ. നമുക്കിവിടെ കാണുന്നത് തന്നെ വളരെ സ്പേഷ്യസ് ആയ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. സീലിംഗ് എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ സ്പേഷ്യസ് ആയ ഈ ലിവിങ്ങിൽ നമുക്ക് വലിയ ഒരു കോർണർ സോഫ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. വളരെ സ്ഥല സൗകര്യം ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. എൻട്രൻസിന് അഭിമുഖമായിട്ടാണ് ഇവിടുത്തെ TV യൂണിറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. CNC കട്ടിംഗ് ഒക്കെ നൽകി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്ത ഒരു TV യൂണിറ്റ് നമുക്കിവിടെ കാണാം. സ്റ്റോറേജ് സ്പേസ് വളരെ രീതിയിൽ ക്രമീകരിച്ച ഒരു TV യൂണിറ്റും കൂടിയാണിത്. എത്ര വലിയ TV നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു പാർട്ടീഷനായിട്ടാണ് നൽകിയിരിക്കുന്നത്. പാർട്ടീഷൻ്റെ പുറകിലായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു 8 ചെയർ നമുക്കിവിടെ ഇടാൻ കഴിയുന്ന ഒരു ടേബിൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ സ്പേഷ്യസ് ആയ രീതിയിൽ ക്രമീകരിച്ച ഒരു പാർട്ടീഷൻ വാളാണ് ഈ നൽകിയിരിക്കുന്നത്. ഡൈനിങ്ങിലും അത്യാവശ്യം പ്രൊഫൈലിങ്സും ലൈറ്റിങ്സും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഡൈനിങ്ങിൻ്റെ സമീപത്തായിട്ടാണ് നമ്മുടെ മനോഹരമായ ഒരു ടേബിൾ ടോപ്പായി ക്രമീകരിച്ച മനോഹരമായ ഒരു സ്ക്വയറിൻ്റെ മിററൊക്കെ നൽകിക്കൊണ്ട് ക്രമീകരിച്ച ഒരു ടേബിൾ ടോപ്പ് വാഷ് ഏരിയ നൽകിയിട്ടുള്ളത്. അതും ഈ ഏരിയയിൽ യാതൊരുവിധ തടസ്സവും ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു കോർണറിലായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ച ഒരു ഏരിയ ആയിട്ടാണ് നമുക്ക് ഈ ഡൈനിങ് ടേബിൾ ഇടാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഈ വീടിനൊരു ഓപ്പൺ കിച്ചനാണ് നൽകിയിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഒരു ഓപ്പൺ കിച്ചൻ തന്നെയാണ്. കാണുന്ന പോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചനും ഇൻബിൽറ്റായ ഒരു വർക്ക് ഏരിയയും നമുക്കിവിടെ കാണാം. വെള്ളത്തിൻ്റെ സൗകര്യം വർക്ക് ഏരിയയിലും അതുപോലെ തന്നെ
കിച്ചണിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ധാരാളം നമുക്ക് നൽകിയിട്ടുണ്ട്. മുകളിലും താഴെയും കാണുന്ന പോലെ തന്നെ വളരെ സൗകര്യപ്രദമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ താഴെയും നമുക്ക് കാണാം സ്റ്റോറേജ് സ്പേസ് വളരെ സൗകര്യപ്രദമായ രീതിയിൽ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. വർക്ക് ഏരിയയും കിച്ചണും കൂടെ ഓപ്പണായിട്ട് ക്രമീകരിച്ച മനോഹരമായ ഒരു കിച്ചൺ തന്നെയാണ് ഈ വീട്ടിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നോക്കാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു റൂം തന്നെയാണ്. നമുക്ക് ഒരു 7 അടിയുടെ കബോർഡ്സ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ സൗകര്യമുള്ള ഒരു റൂമായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് സീലിങ്ങിനൊക്കെ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ലൈറ്റ് കളറാണ് ഈ വീടിൻ്റെ റൂമുകൾക്കെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. അറ്റാച്ചായി തന്നെ ക്രമീകരിച്ച ഒരു റൂം തന്നെയാണിത്. വളരെ സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം ഇതിന് നൽകിയിട്ടുണ്ട്. ഒപ്പം ബ്രാൻഡഡ് ഫിറ്റിങ്സ് ഒക്കെ നൽകിയ ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ ഈ റൂമിൽ അറ്റാച്ചായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ 3 ബെഡ്റൂമുകളാണ് വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. 12x11 എല്ലാ റൂമുകൾക്കും നൽകിയിരിക്കുന്ന വലിപ്പം. ഈ റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയ റൂം തന്നെയാണ്. അറ്റാച്ചായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. സീലിംഗ് എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഒരു റൂമിൽ അലമാര ഒഴിവാക്കിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം സ്പേസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമുക്ക് മൂന്നാമത്തെ റൂം എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സ്പേഷ്യസ് ആയ ഒരു റൂം തന്നെയാണ് മൂന്നാമത്തെ ഈ റൂമും. 12x11 ഈ റൂമിൻ്റെ വലിപ്പം. ഇൻറ്റീരിയറിൻ്റെ എല്ലാം പ്രാധാന്യം നമ്മൾ മറ്റു റൂമിലുള്ളതുപോലെ തന്നെ ഇതിന് നൽകിയിട്ടുണ്ട്. അറ്റാച്ച് തന്നെയാണ് ഈ റൂമും ക്രമീകരിച്ചിട്ടുള്ളത്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് എല്ലാം നൽകി ഒരു വാഷ് ബേസിൻ ഉൾപ്പെടെ ഹീറ്ററിൻ്റെയും മിക്സറിൻ്റെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച ഒരു ബാത്റൂം തന്നെയാണ് ഈ റൂമിനും അറ്റാച്ചായി ക്രമീകരിച്ചിരിക്കുന്നത്. മനോഹരമായ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ നോക്കാം. മെയിൻ റോഡിൽ നിന്നും 250 മീറ്ററാണ് ഈ വീട് വരെയുള്ള ദൂരം വരുന്നത്. നമുക്ക് വട്ടിയൂർക്കാവിൽ നിന്നും 3.5 കിലോമീറ്റർ 4 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഈ വീട്ടിൽ എത്തിച്ചേരാനായിട്ടുള്ള ദൂരം. എപ്പോഴും ബസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 4.25 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് പണിയെടുപ്പിച്ചിരിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 48 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ തന്നെയാണ്. വാങ്ങുവാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോസിൻ്റെ അപ്ഡേറ്റിനായി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.